നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം നാളെയാണ്. നാളെ രാത്രിയിലാണ് US കളി. പക്ഷെ നമുക്ക് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെയാണ് കളി കാണാൻ സാധിക്കുക. ഇന്ത്യൻ സമയം അങ്ങനെയാണ്. കോപ്പയുടെ ഫൈനൽ വരെയുള്ള കളികളിലെ പ്രകടനം വെച്ച് നോക്കിയിട്ട് കോപ്പയിലെ മികച്ച 10 താരങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾ US. അപ്പോൾ ഗോൾ US-ന്റെ 11 പേരുടെ ലിസ്റ്റ് അവരിട്ടിട്ടുണ്ട്. നമ്മളത് 10 പേരുടെ ലിസ്റ്റ് ആക്കി ചുരുക്കിയെടുക്കുകയാണ്. 11ാമതായിട്ട് അവർ ഡാർവിൻ ന്യൂസിനെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഏതായാലും 10 പേരെ നമുക്ക് നോക്കാം. 10ാം സ്ഥാനത്ത് കോപ്പയിലെ മികച്ച 10 താരങ്ങളിൽ 10ാമത് വരുന്നത് ലിയോ മെസ്സിയാണ്. സ്വാഭാവികമായിട്ടും പലർക്കും സർപ്രൈസിങ് ആയിരിക്കും. ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയിൽ ഒരു ബ്രേക്ക്ഔട്ട് പ്ലെയർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ചില സൂപ്പർ താരങ്ങൾ നന്നായി കളിക്കുന്നുണ്ട്, മറ്റു ചില യങ്സ്റ്റേഴ്സ് നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ട് എന്നല്ലാതെ ഇപ്പോൾ യൂറോ കപ്പിൽ ലാമിൻ യമാൽ നടത്തുന്ന പോലെയുള്ള പ്രകടനമൊന്നും ഒരു ബ്രേക്ക്ഔട്ട് പ്ലെയർ ആയിട്ട് ആരും ഒന്നും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ 10ാമത് ലിയോ മെസ്സി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അത്ര 100% മെസ്സിക്ക് മികച്ചൊരു ടൂർണമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പരിക്ക് കാരണം ഒരു കളി അദ്ദേഹം പുറത്തിരുന്നു. ഒരു കളിയിൽ അദ്ദേഹം തീരെ നിറം മങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം, അതായത് പരിക്കിന് ശേഷം തിരികെ വന്ന കളിയിൽ നമ്മൾ കണ്ടു. പിന്നെ ഷൂട്ടൗട്ടിൽ പെനാൽറ്റി ബാറിലടിച്ചു പോകുന്ന കാഴ്ച കണ്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മെസ്സിയുടെ പ്രസൻസ് അർജന്റീനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അർജന്റീനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ ലിയോ മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന തീർച്ചയായിട്ടും ഇന്നത്തെ നിലവാരത്തിൽ കാണുന്ന ഒരു ടീം ആവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സോ മെസ്സിയാണ് 10ാമത് വരുന്നതെങ്കിൽ 9ാം സ്ഥാനത്ത് കാനഡയുടെ ജേക്കബ് ഷഫൽബർഗ് ആണ്. എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഒരു ലൈവ്ലി ബെഞ്ച് പ്ലെയർ എന്ന രൂപത്തിലായിരുന്നെങ്കിൽ പിന്നെ ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അദ്ദേഹം ഒരു ക്രൂഷ്യൽ സ്റ്റാർട്ടറായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് 9ാം സ്ഥാനം കൊടുക്കുമ്പോൾ 8ാം സ്ഥാനത്ത് ഡാനിയൽ മുനോസ് ആണ്, കൊളംബിയയുടെ താരം. മികച്ച പ്രകടനമാണ് ത്രൂ ഔട്ട് ഈ ഒരു കോപ്പ അമേരിക്കയിൽ അദ്ദേഹം നടത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സില്ലി റെഡ് കാർഡ് അദ്ദേഹത്തിന് അതൊരു തിരിച്ചടി തന്നെയാണ്, കൊളംബിയയ്ക്ക് തിരിച്ചടി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ മികവ് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. 8ാം സ്ഥാനത്താണ് ഡാനിയൽ മുനോസ് എങ്കിൽ 7ാം സ്ഥാനത്ത് പിയഡോ ഹെൻഗപ്പിയാണ്. ഇക്വഡോറിന് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത്രയും സോളിഡായിട്ട് അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളത് എടുത്തു പറഞ്ഞേ പറ്റൂ. ഒരു പക്ഷേ അർജന്റീനയ്ക്കെതിരെ മികച്ച പ്രകടനം അവർ പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതും കാണാതെ പോകരുത്. 6ാം സ്ഥാനത്ത് ക്രിസ്ത്യൻ ക്യൂട്ടി റൊമേറോ, അർജന്റീനയുടെ ഡിഫൻസിലെ ശക്തി ദുർഗം. അദ്ദേഹം ഈ ടൂർണമെന്റിലും തന്റെ മികവ് അതുപോലെ തന്നെ കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 5ാം സ്ഥാനത്ത് ഫെഡെ വാൽവെർദെ, ഉറുഗ്വായുടെ റയൽ മാഡ്രിഡ് സൂപ്പർ താരം. മധ്യനിരയില് അദ്ദേഹത്തിന്റെ പൊസിഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. സ്കോറിംഗ് ഗോൾസ്, വിന്നിംഗ് ടാക്കിൾസ്, ക്രിയേറ്റിംഗ് ചാൻസസ്, അങ്ങനെ മധ്യനിരയിൽ ഒരു വാല്യുബിൾ ലീഡർ ആയിട്ടുള്ള പ്രസൻസ് എല്ലാം കൂടി നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് മികച്ച ടൂർണമെന്റ് തന്നെയായിരുന്നു. 4ാം സ്ഥാനത്ത് ലൂയിസ് ഡയസ്, കൊളംബിയയുടെ താരം. പക്ഷേ ഗോളിന് മുന്നിൽ അദ്ദേഹം അത്ര കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. പക്ഷെ കളി ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ മികവ് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. സോ ലൂയിസ് ഡയസ് ആണ് 4ാമത് കൊളംബിയൻ സൂപ്പർ താരം. 4ാമത് വരുമ്പോൾ 3ാമത് അർജന്റീനയുടെ മധ്യനിരയിലെ സുപ്രധാന താരം റോഡ്രിഗോ ഡിബോൾ ആണ്. ബോക്സ് ടു ബോക്സ് പ്രസൻസ്, അദ്ദേഹത്തിന്റെ ആ ബോക്സ് ടു ബോക്സ് പ്രസൻസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. 2ാമത് എമി മാർട്ടിനസ്. എമിയുടെ പെനാൽറ്റി സേവിങ് എബിലിറ്റി ഒക്കെ വീണ്ടും നമ്മൾ കാണുകയാണ്. അർജന്റീന മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹത്തിന് സുപ്രധാന പങ്കുണ്ട്. സോ എമി മാർട്ടിനസ് 2ാമത് വരുമ്പോൾ 1ാമത് ഈ കോപ്പയിലെ താരമായിട്ട് ഇപ്പോഴുള്ളത് സംശയിക്കേണ്ട ഹാമേസ് റോഡ്രിഗസ് തന്നെയാണ്. കൊളംബിയയുടെ സൂപ്പർ താരം തന്റെ മികവ് ഒരിക്കൽ കൂടി ലോക ഫുട്ബോളിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 അസിസ്റ്റുകൾ ഓൾറെഡി അദ്ദേഹം നൽകി കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ ഹാമേസ് റോഡ്രിഗസ് 1ാം സ്ഥാനത്ത്. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ലിസ്റ്റും മറ്റുമൊക്കെ നൽകാനുണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.